റെവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 70ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണ വിസിബിലിറ്റി ഗ്രാഫിക്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് വിസിബിലിറ്റി ഗ്രാഫിക്സ് എന്നല്ലേ? ഈ ഒരു പ്രൊജക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു ബിൽഡിംഗിൽ നമുക്ക് എന്ത് കാണണം, എന്ത് കാണണ്ട എന്നൊരു കണ്ടീഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് വിസിബിലിറ്റി ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രോപ്പർട്ടി ബോക്സിനുള്ളിൽ ഇവിടെ വിസിബിലിറ്റി ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാലും വിസിബിലിറ്റി ഗ്രാഫിക്സിൻ്റെ ഈ ഒരു ടേബിൾ ഓപ്പൺ ആയിട്ട് വരും. അതല്ല എങ്കിൽ ഷോർട്ട് കീ ആയ VV അല്ലെങ്കിൽ VG ഇത് കൊടുത്താലും ഈ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിപ്പോൾ ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. എന്തിൻ്റെ കാറ്റഗറീസ് ആണ്? ആർക്കിടെക്ചറിനകത്ത് വരുന്ന കാറ്റഗറീസ് ആണ് കാണിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്ട്രക്ചർ കൊടുക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ കൊടുക്കാം, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഏത് വേണമെങ്കിലും കൊടുക്കാം. ഏതാണോ സെലക്ട് ചെയ്യുന്ന അതനുസരിച്ചിട്ടുള്ള ലിസ്റ്റ് ഓഫ് കാറ്റഗറി ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് വിസിബിലിറ്റി ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ആർക്കിടെക്ചറിനുള്ളിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പോകണം. എനിക്ക് വോള് വേണ്ട എന്നൊരു കണ്ടീഷൻ കൊടുക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വോളിൽ അൺടിക്ക് ചെയ്തു, അതിനുശേഷം അപ്ലൈ ചെയ്തു, ഓക്കെ എടുത്തു. ഓക്കെ എടുക്കുമ്പോൾ കേട്ടോ, എൻ്റെ ഈ ഒരു ലെവൽ 1 ഇവിടെ വോള് എന്ന് പറയുന്നൊരു ഫാമിലി ഇല്ല. ബാക്കിയെല്ലാം ഉണ്ട്. ഇപ്പോൾ വിൻഡോ ഉണ്ട്, അതുപോലെ കോളംസ് ഉണ്ട്, അതുപോലെ ഡോറുണ്ട്, ബാക്കി എല്ലാ എലമെൻസും ഉണ്ട്. പക്ഷേ വോൾ എന്ന് പറയുന്ന ഫാമിലി മാത്രമില്ല. അതിനുള്ള കാരണം എന്താണ്? എനിക്ക് വോൾ വേണ്ട എന്നൊരു കണ്ടീഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ലെവൽ 2 വന്നു കഴിഞ്ഞാൽ വോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെവൽ 1 പോയതിനു ശേഷമാണ് വിസിബിലിറ്റി ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് വോൾ വേണ്ട എന്നൊരു കണ്ടീഷൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷൻ ലെവൽ 1 മാത്രമേ റിഫ്ലക്റ്റ് ആവൂ. ബാക്കി ഏത് ലെവലിൽ നമ്മൾ പോയാലും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, ഞാനിപ്പോൾ 3D വ്യൂയിലേക്ക് വന്നിട്ടുണ്ട്. 3D വ്യൂയിൽ വരുമ്പോഴേക്കും ഇവിടെ മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. കാരണം എന്താണ്? ലെവൽ 1 ഞാൻ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. 3D വ്യൂയിൽ ഒന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, ഞാനിപ്പോൾ 3D വ്യൂവിൽ വിസിബിലിറ്റി ഗ്രാഫിക്സ് എടുക്കുകയാണ്. വിസിബിലിറ്റി ഗ്രാഫിക്സ് എടുത്തതിന് ശേഷം ഇവിടെ വോള് എനിക്ക് വേണ്ട എന്ന് പറയുന്നത് കണ്ടീഷൻ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ അപ്ലൈ ചെയ്ത് ഓക്കെ എടുത്തു. ഓക്കെ എടുക്കട്ടെ, ഇവിടെ വോൾ എന്ന് പറയുന്ന കണ്ടീഷൻ മാത്രം പോയിട്ടുണ്ട്. ആ ഒരു ഫാമിലി ഇപ്പോൾ അവിടെ ഇല്ല. ബാക്കി ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വീടിനുള്ളിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാനായിട്ടൊക്കെ സാധിക്കും. ഇനി തിരിച്ചു വരണമെങ്കിൽ ഞാൻ നേരെ തിരിച്ച് വീണ്ടും വിസിബിലിറ്റി ഗ്രാഫിക്സിലേക്ക് പോയതിനു ശേഷം ഇവിടെ വോള് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിസിബിലിറ്റി നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് വോള്, വിൻഡോ അത് മാത്രമല്ല, അതിനകത്ത് ഇതുപോലെ ടെക്സ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം നമുക്കിതിൻ്റെ മെഷർമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് മെഷർമെൻറ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മെഷർമെൻറ്റും അതുപോലെ തന്നെ ടെക്സ്റ്റ് ഓൾറെഡി ഇതിനകത്തുണ്ടായിരുന്നു. ഓക്കെ, ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതെല്ലാ എലമെൻറ്റ്സും ഇവിടെ ഇതുപോലെ കാണിച്ചു തരണ്ട. നമുക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എലമെൻറ്റുകൾ മാത്രം കാണിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഈ വിസിബിലിറ്റി ഗ്രാഫിക്സ് എന്ന് പറയുന്നൊരു കൺട്രോൾ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെഷർമെൻറ്റ് അതുപോലെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും വിസിബിലിറ്റി ഗ്രാഫിക്സിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ കാണിച്ചിരുന്നല്ല ഈ 3D ഫാമിലിയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അനോട്ടേറ്റ് കാറ്റഗറീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കാൻ പറയും, ഇവിടെ ടെക്സ്റ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് അൺടിക്ക് ചെയ്ത് ഇവിടെ അപ്ലൈ ചെയ്ത് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ടെക്സ്റ്റ് മൊത്തത്തിൽ ഹൈഡായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ടെക്സ്റ്റിനെ തിരിച്ചുകൊണ്ടുപോകണമെങ്കിൽ അറിയാം എങ്ങനെയാണ്. വിസിബിലിറ്റി ഗ്രാഫിക്സിലേക്ക് പോകുക, ഇവിടെ അനോട്ടേറ്റ് കാറ്റഗറി എടുക്കുക, ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ഓപ്ഷൻ ടിക്ക് കൊടുത്താൽ മതി. ഓക്കെ, ടെക്സ്റ്റ് നോട്ട് ഇത് ടിക്ക് മാർക്ക് കൊടുത്തു, അപ്ലൈ ചെയ്തു, ഓക്കെ എടുത്തു. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റുകൾ മൊത്തം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വിസിബിലിറ്റി ഗ്രാഫിക്സിനുള്ളിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണേണ്ട കാര്യമില്ല. നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിസിബിലിറ്റി ഗ്രാഫിക്സിനകത്ത് ഇനിയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് നമുക്ക് മറ്റു വീഡിയോസിൽ നോക്കാം.